ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് റേഷൻ വ്യാപാരികൾക്ക്. കിട്ടുന്നത് 15,000 രൂപയാണ്. അങ്ങ് മഹാഭൂരിപക്ഷത്തിന് 15,000 താഴെയാണ് കിട്ടുന്നത്. സാമ്പത്തിക വിഷയമുണ്ട് സർക്കാർ. അത് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അതിന് വ്യക്തമായ മറുപടി പറയാൻ സംഘടനാ നേതാവ് നിലയിൽ എനിക്ക് കഴിയില്ല. കാരണം 14,147 കടയുള്ളതിൽ 147 കടയൊഴിഞ്ഞ് ബാക്കി എല്ലാ കടകളും അടച്ചിട്ടിരിക്കുകയാണ്. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വ്യാപാര കേന്ദ്രങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റേഷൻ വ്യാപാരികൾ മന്ത്രിതല ചർച്ചകൾ ഉൾപ്പെടെ നടന്നു എങ്കിലും ഇനിയെങ്കിലും അവരുടെ വിഷയങ്ങൾ ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് മുതൽ, അതായത് ജനുവരി 27 മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ റേഷൻ വ്യാപാരിയായ ഉഴമലക്കൽ വേണുഗോപാൽ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങണമെന്നും ഒരു ആഗ്രഹവുമില്ല. പക്ഷേ റേഷൻ വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ച് തരണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. അതിന് പരിഹാരം കാണാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ സമരത്തിനിറങ്ങിയത്. എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ ഗവൺമെൻറ്റിനോട് ഉന്നയിച്ചിരിക്കുന്നത്? 12ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം 2018 ഈ പുതിയ പാക്കേജ് നിലവിൽ വന്നത്. അന്ന് ഗവൺമെൻറ് പറഞ്ഞത് ഇതൊരു തുടക്കമെന്ന നിലയിൽ നിങ്ങൾ പറയുന്ന നിങ്ങൾ തരുന്ന സാമ്പത്തികം കുറവാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ ന്യൂനതകളെല്ലാം പരിഹരിച്ചുകൊണ്ട് കൂടുതൽ ആനുകൂല്യം തരുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാ തരത്തിലും പരിശ്രമിക്കും. തുടക്കമെന്ന നിലയിൽ നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാ യൂണിയനും വളരെ സന്തോഷപൂർവ്വം അംഗീകരിച്ചു. 2018 കഴിഞ്ഞ് 7 വർഷമായിട്ടും ഒരു പൈസയുടെ സാമ്പത്തിക വർധന നോക്കുണ്ടായിട്ടില്ല. അത് വർധന ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം. മറ്റെന്തൊക്കെ ആവശ്യങ്ങളാണ്? മറ്റ് ആവശ്യം, കേരളത്തിലെ റേഷൻ വ്യാപാരികൾക്ക് ക്ഷേമനിധിയുണ്ട്. കേരളത്തിൽ മറ്റ് പല സംഘടനകൾക്കും ക്ഷേമനിധിയുണ്ട്. പക്ഷേ കേരളത്തിലെ ഈ ക്ഷേമനിധി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. അംശാദായം അടച്ചിട്ടും ആ അർഹതപ്പെട്ടവർക്ക് ക്ഷേമനിധി ബോർഡിൽ നിന്നും അതിൻ്റെ സാമ്പത്തികം കിട്ടുന്നില്ല. മറ്റ് ചികിത്സാ ധനസഹായങ്ങൾ കിട്ടുന്നില്ല. അതിൻ്റെ നടപടി ത്വരിതപ്പെടുത്തണമെന്നാണ് ആവശ്യം. ഗവൺമെൻറ്റിനോട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ മറ്റോ എന്തെങ്കിലും നടന്നിരുന്നു? ഗവൺമെൻറ്റുമായി, ഭക്ഷ്യമന്ത്രിയുമായി നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ധനകാര്യ മന്ത്രിയുമായി നടത്തിയിട്ടുണ്ട്. ആ നടത്തിയ സമയത്തൊക്കെ തന്നെ ഭക്ഷ്യമന്ത്രി പറയുന്നത് സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടിലാണ്, നിങ്ങൾ സഹകരിക്കണം, എത്രയും നടപ്പിലാക്കാമെന്ന് പറഞ്ഞ് വർഷം 8 കഴിഞ്ഞു. ധനകാര്യമന്ത്രി നൽകുന്ന വിശദീകരണം? ധനകാര്യമന്ത്രി പറയുന്നത് ഇപ്പോൾ ഗവൺമെൻറ് സാമ്പത്തികമായി ക്രൈസിസ് ഉണ്ട്. ആ ക്രൈസിസ് ഒന്ന് പരിഹരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് സാമ്പത്തികം കൂടുതൽ തരുന്നതിന് കഴിയുള്ളൂ. ഒരു കാര്യം മന്ത്രി സമ്മതിച്ചു, റേഷൻ വ്യാപാരി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തികച്ചും ന്യായമാണെന്നുള്ള ആവശ്യം ധനകാര്യമന്ത്രി അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഭക്ഷ്യമന്ത്രി ഞങ്ങളെ നേതാക്കന്മാരെ 2 മണിക്ക് സെക്രട്ടേറിയറ്റിൽ യോഗത്തിന് വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ രമ്യമായി തീരണമെന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ മോട്ടോ. ഉപഭോക്താക്കളുടെ സാറ്റിസ്ഫാക്ഷനാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് ഒരിക്കലും ഒരു സമരം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമില്ല. ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കണമെന്ന് ആഗ്രഹമില്ല. ഈ സമരത്തിൽ നമ്മുടെ LDF നേതൃത്വം കൊടുക്കുന്ന CPM-ൻ്റെ സംഘടന CA2, രണ്ടാമത്തെ കക്ഷിയായ AITUC തുടങ്ങിയ എല്ലാ കക്ഷികളും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും അതുപോലെ തന്നെ BJP തുടങ്ങിയ സംഘടനകളുടെയൊക്കെ തന്നെ കക്ഷികൾ ഒരുമിച്ച് നിന്നാണ് ഈ സമരം നടത്തുന്നത്. അതിന് ഏറ്റവും പ്രധാന തെളിവ് 14,147 കടയുള്ളതിൽ 147 കടയൊഴിഞ്ഞ് ബാക്കി എല്ലാ കടകളും അടച്ചിട്ടിരിക്കുകയാണ്. അടച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു ചർച്ചയിലൊന്നും തീരുമാനമായില്ല എങ്കിൽ എന്തായിരിക്കും തീരുമാനം? ഈ ചർച്ചയിലും തീരുമാനമായില്ലെങ്കിൽ തുടർന്നും ഈ കടയടപ്പ് സമരം ചെയ്യാൻ റേഷൻ കടക്കാർ നിർബന്ധിതമായി മാറുകയാണ്. ഞങ്ങൾക്ക് ആഗ്രഹമില്ല, ഞങ്ങളെ നിർബന്ധിപ്പിക്കുന്നു. ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് റേഷൻ വ്യാപാരികൾക്ക്. 15,000 രൂപ കിട്ടാത്ത എത്രയോ കടക്കാർ, അവർക്ക് ഇവിടെ സിറ്റിയിൽ നിങ്ങൾക്ക് ദൃശ്യമാധ്യമങ്ങൾക്ക് തിരക്കിയാൽ അറിയാം, 10,000 രൂപ കൊടുത്താൽ ഒരു കട കിട്ടൂല. നിൽക്കുന്ന സെയിൽസ്മാൻ 9,000 രൂപ കൊടുക്കണം, 300 രൂപ വെച്ച്. അതും കൂടെ 19,000 രൂപയായി. കിട്ടുന്നത് 15,000 രൂപയാണ്. അങ്ങ് മഹാഭൂരിപക്ഷത്തിന് 15,000 താഴെയാണ് കിട്ടുന്നത്. പക്ഷേ ഗവൺമെൻറ് ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. 40,000 കിട്ടുന്നു, 50,000 കിട്ടുന്നു. ആകെയുള്ള കടയുടെ 5% മാത്രമാണ് ഈ 40,000 മുകളിൽ കിട്ടുന്നത്. അതാണ് വസ്തുത. നിങ്ങൾ ഈ കടയടച്ചിട്ടാൽ പൊതുജനങ്ങളും ഇപ്പോൾ പൊറുതിമുട്ടിയ അവസ്ഥയായാലേ? പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും സർക്കാരിനോട് ഞങ്ങൾ അങ്ങോട്ട് സമീപിക്കുന്നത്, എത്രയും പെട്ടെന്ന് ഈ സമരം പിൻവലിപ്പിക്കണമെന്ന്. എന്തായാലും ഈ തീരുമാനമായില്ല എങ്കിൽ നിങ്ങൾ ശക്തമായി ഈ റേഷൻ കട അടച്ച് തന്നെ മുന്നോട്ട്? തീർച്ചയായും
പിന്നെ റേഷൻ കടക്കാരെ സ്വാഭാവികമായിട്ട് സമരം ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. അവരെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഭീഷണിപ്പെടുത്തി കൂടുതൽ സങ്കീർണമാക്കരുത് എന്നുള്ള വിനയപൂർവ്വത്തിലുള്ള അഭ്യർത്ഥനയും കൂടെ ഉണ്ട്. ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നാണ്. അത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് ചോദ്യം രണ്ടാണ്. ഞങ്ങളെ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട പത്രക്കാർ ചോദിക്കുമ്പോൾ സാമ്പത്തിക വിഷയമുണ്ട് സർക്കാർ, അത് നിങ്ങൾ അഭിപ്രായം എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ മറുപടി പറയാൻ സംഘടനാ നേതാവ് നിലയിൽ കഴിയില്ല. കാരണം സർക്കാരിന് 100% സാമ്പത്തിക വിഷയമുണ്ട്. ആ സാമ്പത്തിക വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാരണം സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കേണ്ട സബ്സിഡികളൊന്നും തന്നെ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നുള്ള കാര്യത്തിൽ സത്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് റേഷൻ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു ചർച്ച വെച്ചിട്ടുണ്ട്. ഈ ചർച്ചയിൽ തീരുമാനം ഒന്നും തന്നെ ആയില്ല എങ്കിൽ കേരളത്തിലെ മിക്ക റേഷൻ വ്യാപാര കേന്ദ്രങ്ങളും അടച്ചിടും എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.